വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ എൻ്റെ ഈ കോലം കാണുമ്പോൾ തന്നെ മനസ്സിലാവും എവിടെയോ കെട്ടി ഒരുങ്ങി പോയിട്ട് വന്നിരിക്കുകയാണെന്ന്. യെസ്, ഒരു ഫംഗ്ഷന് പോയി. എനിക്ക് തോന്നുന്നു ആ ഫംഗ്ഷൻ്റെ ഒക്കെ വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഫംഗ്ഷന് പോയി മേക്കപ്പ് ഒക്കെ ഇട്ട് പോയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ടയേർഡായിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. എൻ്റെ ബോഡി തന്നെ ഭയങ്കരമായിട്ടൊരു ഹൈഡ്രേഷൻ ആഗ്രഹിക്കുന്ന എനിക്ക് മനസ്സിലായി. കാരണം നമുക്ക് പേഴ്സണലി നമുക്ക് തോന്നുമല്ലോ നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിരിക്കുകയാണ്. അപ്പം എനിക്ക് തന്നെ അങ്ങനെ ഒരു ഫീൽ ഉണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷീറ്റ് മാസ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പോകുന്നതിന് മുന്നേ ഷീറ്റ് മാസ്ക് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടായിരിക്കും ഞാൻ പോവുക. എന്തെങ്കിലും പരിപാടിക്ക് പോകുമ്പോൾ തിരിച്ചു വന്നിട്ട് ആ ഷീറ്റ് മാസ്ക് എടുത്ത് അങ്ങ് ഇടും. ഇല്ലാന്നുണ്ടെങ്കിൽ ഷീറ്റ് മാസ്ക് ഇല്ലാത്ത സാഹചര്യത്തിൽ ഞാൻ ഐസ് ക്യൂബ്സ് വയ്ക്കും. നമ്മുടെ സെലിബ്രിറ്റീസ് ഒക്കെ ചെയ്യുന്ന പോലെ കുറേ നേരം ഐസിൽ അങ്ങ് ഡിപ്പ് ചെയ്തിരിക്കുക. അപ്പം ഇന്നിപ്പോൾ എനിക്ക് ഷീറ്റ് മാസ്ക് ഇവിടെ അവൈലബിൾ ആയിരുന്നു. ഞാൻ പോകുന്നതിന് മുന്നേ തന്നെ ഷീറ്റ് മാസ്ക് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് പോയത്. കാരണം വന്നിട്ട് എന്തായാലും എനിക്ക് ആവശ്യം വരും എന്നറിയാം. ഈ ഒരു ക്ലൈമറ്റിന് നമ്മൾ നല്ല ടയർഡായിട്ടായിരിക്കും വരുന്നത്. ബോഡി പോലും അല്ലെങ്കിൽ നമ്മുടെ ഫേസും സ്കിന്നും ഒക്കെ ഭയങ്കരമായിട്ട് ആ ഒരു കുറച്ച് ഹൈഡ്രേഷൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ലെവലോട്ട് പോകും. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ഇതെല്ലാം നേരത്തെ പ്ലാൻ ചെയ്തിട്ട് പോയതുകൊണ്ട് ഭയങ്കര എളുപ്പമായി. അപ്പം നമുക്ക് ആദ്യം മേക്കപ്പ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഷീറ്റ് മാസ്ക് ഒക്കെ ഇട്ട് ഒന്ന് സമാധാനമായിട്ട് കുറച്ച് നേരം എന്താ പറയുക പീസായിട്ട് അങ്ങ് ഇരിക്കാം. ഓക്കെ, അപ്പം ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യുന്നതിന് മുന്നേ മുടി ഡിസ്റ്റർബൻസ് ആവാതിരിക്കാനായിട്ട് ഈ മുടിയെല്ലാം കൂടി ഒന്ന് വാരി പിടിച്ച് കെട്ടണം. ഓക്കെ, ഞാൻ ആദ്യം ചെയ്യുന്നത് അതാണ്. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ ഹെയർ നമുക്കൊരു ഡിസ്റ്റർബൻസ് ആവും. യൂഷ്വലി ഞാൻ ഈ മേക്കപ്പ് റിമൂവ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ എന്താ പറയുക ഈ ക്ലെൻസിങ് വാട്ടേഴ്സ് ഉണ്ടാവുമല്ലോ, അപ്പം അത് യൂസ് ചെയ്ത് അതൊരു കോട്ടൺ പാഡിലോ എങ്ങാനും ഒക്കെ ഒഴിച്ചിട്ട് അത് വെച്ച് ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ മെജോറിറ്റി ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഓയിലായിരിക്കും. ഹെവി മേക്കപ്പ് അല്ലെങ്കിൽ പോലും എനിക്ക് ഓയിലാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ. അപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാ നമ്മുടെ ഫേസിലുള്ള അഴുക്കും അല്ലെങ്കിൽ മേക്കപ്പും ഒക്കെ റിമൂവ് ആകും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലിപ്സ്റ്റിക്ക് എന്താ പറയുക റിമൂവ് ചെയ്യാം. ലിപ്സ്റ്റിക്ക് ഞാൻ എപ്പോഴും റിമൂവ് ചെയ്യുന്നത് വാസലിൻ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. കാരണം വാസലിൻ യൂസ് ചെയ്യുമ്പോൾ ലിപ്സ്റ്റിക്സ് എത്ര എന്താ ലോങ് ലാസ്റ്റിംഗ് ലിപ്സ്റ്റിക് ആണെങ്കിലും ഒന്ന് ഇളകും. എന്നിട്ട് നമ്മൾ വൈപ്പ് ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പോകും. ഞാനിവിടെ ഒരു കോട്ടൺ പാഡാണ് എടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല സ്റ്റെയിനുള്ള ഒരു ലിപ്സ്റ്റിക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വാസലിൻ ഇടാനുള്ള റീസൺ അല്ലെങ്കിൽ നമ്മുടെ ചുണ്ടിൽ ഭയങ്കര ഡ്രൈനെസ് ഫീൽ ചെയ്യും നമ്മളിങ്ങനെ വൈപ്പ് ഓഫ് ചെയ്യുമ്പോൾ. യെസ്, കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ലിപ്സ്റ്റിക്ക് ഇതിൽ നിന്ന് പോയിട്ടുണ്ട്. ഇല്ല, കുറച്ചും കൂടി ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വാസലിൻ അപ്ലൈ ചെയ്യാം. എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കളയാം. ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ, വീട്ടിൽ ഇരിക്കാനല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ലിപ്സ്റ്റിക്കിൻ്റെ ആവശ്യമില്ല. യെസ്, സോ കംപ്ലീറ്റ് ലിപ്സ്റ്റിക്ക് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ലിപ്സ്റ്റിക് ഒന്നും ഇല്ലാണ്ട് എനിക്ക് എന്നെ കാണാൻ പോലും വയ്യാത്തൊരവസ്ഥയായി. അപ്പോൾ ഞാൻ ഈ ഒരു ആൽമണ്ട് ഓയിലാണ് എടുത്തേക്കുന്നത്, ആര്യൻ വേദയുടെ. യൂഷ്വലി ഞാൻ എപ്പോഴും എടുക്കുന്നത് നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ നോർമൽ കോക്കനട്ട് ഓയിലൊക്കെ, പാരഷൂട്ടിൻ്റെ ഒക്കെ കോക്കനട്ട് ഓയിലായിരിക്കും. അപ്പോൾ ഈ ഒരു ആൽമണ്ട് ഓയിൽ അത്യാവശ്യം നല്ലതാണെന്ന് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് തന്നെ ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെ കുറച്ച് ഓയിൽ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. നമ്മുടെ ഫേസിലും നെക്കിലും ഒക്കെ കണ്ണിലും ഒക്കെ ഉള്ള മേക്കപ്പ് കാര്യങ്ങൾ റിമൂവ് ചെയ്യാൻ ഒരു പരിധി വരെ ഈ സാധനം സഹായിക്കും. ദൈവമേ, എന്നെ കണ്ടിട്ട് എനിക്ക് തന്നെ പേടിയാവുന്നു കേട്ടോ. യെസ്, നമുക്ക് ആദ്യം അത് തന്നെ വൈപ്പ് ചെയ്ത് കളയാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ എന്നെ കണ്ട് പേടിക്കും. അതിനേക്കാൾ നല്ലത് നമുക്കത് വൈപ്പ് ചെയ്ത് കളയുന്നതായിരിക്കും. ഞാൻ ഈ ഓയിൽ തന്നെ മെയിൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് ലൈക്ക് ക്ലെൻസിങ് വാട്ടേഴ്സൊക്കെ യൂസ് ചെയ്താലും എഫക്റ്റ് ഉണ്ട്. പക്ഷേ കുറച്ചും കൂടി എനിക്ക് ഒരു എന്താ പറയുക, എനിക്ക് പേഴ്സണലി എനിക്കിഷ്ടം ഈ ഒരു മെത്തേഡാണ്, ഓയിൽ അപ്ലൈ ചെയ്തിട്ട് മേക്കപ്പ് കളയുന്നത്. ദൈവമേ, ഇത്രയ്ക്ക് ദുരന്തമായിരുന്നു എന്നെ കാണാൻ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന നിമിഷമാണ് ഇപ്പോൾ എന്നെ മുന്നിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം മേക്കപ്പ് എല്ലാം റിമൂവ് ചെയ്യാം. ഇതാണ് ശരിക്കുള്ള ഞാൻ. ആരും കണ്ട് ഞെട്ടണ്ട, ഇങ്ങനെയാണ് ഞാൻ യൂഷ്വലി നിൽക്കാറുള്ളത്. ആദ്യം തന്നെ പറയട്ടെ, എൻ്റെ ഒറിജിനൽ കോലം കണ്ട് ആരും ഞെട്ടരുത്. മേക്കപ്പ് ഇല്ലാത്ത അല്ലെങ്കിൽ മേക്കപ്പ് റിമൂവ് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ കോലം ഇതാണ്. കണ്ടിട്ടില്ലാത്തവർ കാണുക. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു അൺറെഡി വിത്ത് മീ ആണെന്ന് തോന്നുന്നു ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം മുന്നേ കുറച്ച് കാലം വരെയും ഗെറ്റ് റെഡി വിത്ത് മീ ആയിരുന്നു എല്ലാവരും ഓപ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ചും കൂടി
എല്ലാവർക്കും കംഫർട്ടബിളി അൺറെഡി വിത്ത് മീ ആണ്, എനിക്കുൾപ്പെടെ. കാരണം പോകുന്ന സമയം നമ്മൾ ഭയങ്കര തിരക്കിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പം നമുക്ക് ഇതിനൊന്നും സമയം കിട്ടില്ല നമ്മുടെ ഇഷ്ടത്തിന് വന്നൊന്ന് ഓരോന്ന് പറയാനും ചെയ്യാനൊക്കെ. അപ്പോൾ ഈ അൺറെഡി വിത്ത് മീ ആകുമ്പോൾ വൈപ്പ് ഓഫ് ചെയ്തതും കാര്യങ്ങളും നമ്മൾ ഫ്രീ ആണല്ലോ, നമുക്കിനി വേറെ പരിപാടിയോ കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് നിന്നതൊക്കെ ചെയ്യാം. യെസ്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഫേസിലും അതുപോലെ നെക്കിലും ഉള്ള മേക്കപ്പ് എല്ലാം നമ്മൾ റിമൂവ് ചെയ്തു. ഇനി ഒന്ന് ഫേസ് വാഷ് ചെയ്യാം. ഫേസ് വാഷ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഘറിന്റെ സോപ്പ് എടുക്കാം. യൂഷ്വലി ഞാൻ ഫേസ് വാഷ് ഇട്ടാണ് ഫേസ് വാഷ് ചെയ്യാറുള്ളത്. പക്ഷെ ഇപ്പൊ ഞാൻ ഒന്ന് മാറ്റി പിടിക്കാന്ന് വെച്ചു. കാരണം ഘറൊക്കെ നമ്മുടെ ബോഡിയിൽ ടാൻ ഒക്കെ മാറ്റാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ട്രൈ ചെയ്യുന്ന ഒരാളുമാണ് ഇടയ്ക്കിടയ്ക്ക് ഈ സോപ്പ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ടാൻ ആയിട്ടിരിക്കുന്നതായിരിക്കും. ഫേസിൽ ആക്ച്വലി സോപ്പ് യൂസ് ചെയ്യുന്നത് നല്ലതല്ലെന്ന് അറിയാം. പക്ഷെ ഈ ഒരു പ്രോഡക്റ്റ് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഇതൊന്ന് യൂസ് ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തു. ഭയങ്കര എന്താ പറയുക, ഒരു സോഫ്റ്റ് ഫീൽ എനിക്ക് തന്നെ പേഴ്സണലി ഫീൽ ചെയ്യുന്നു. ഭയങ്കര ടയേർഡായിരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ നമ്മളെ സെൽഫ് പാമ്പർ ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. യെസ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഫ്രിഡ്ജിനകത്തായിരുന്നു ഞാൻ ആ ഒരു ഷീറ്റ് മാസ്ക് വെച്ചിരുന്നത്. നമുക്ക് അതിൽ നിന്ന് എടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടും. അതാണ് ശരിക്കും എന്താ പറയുക, സ്വർഗം ഈ ഒരു സമയത്ത്. അപ്പം നമുക്ക് ആ ഒരു ഷീറ്റ് മാസ്ക് എടുക്കാം. യെസ്. സോ ഇതാണ് ഷീറ്റ് മാസ്ക്. ഞാൻ യൂഷ്വലി നമ്മുടെ സൂഡിയോന്നും അതുപോലെ മിനീസോയെന്നുമാണ് ഷീറ്റ് മാസ്ക് എപ്പോഴും പർച്ചേസ് ചെയ്യാറുള്ളത്. എനിക്ക് ഷീറ്റ് മാസ്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് എനിക്ക് കുറേ നേരം ഫ്രിഡ്ജിൽ നിന്നൊക്കെ അത് എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു തണുത്ത ഫീലിംഗ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്താ കണ്ടിന്യൂസ്ലി ഞാനിപ്പോൾ പർച്ചേസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ രണ്ട് സ്ഥലങ്ങളിൽ, മിനിസോയിൽ പോയാലും അല്ലെങ്കിൽ സൂഡിയോയിൽ പോയാലും. അപ്പോൾ ഇത് ആക്ച്വലി മിനിസോയിൽ നിന്ന് വാങ്ങിച്ചോണ്ടാണ്. ഒരു നോറിഷിങ് ഫേസ് ഷീറ്റ് മാസ്ക് ആണ്. നമ്മുടെ ഫേസിന് ഇപ്പോൾ എൻ്റെ എന്താ പറയുക, ഫേസിന് പറ്റിയ ഒരു സാധനമാണ് ഈ ഒരു ഷീറ്റ് മാസ്ക്. ആൻഡ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നൊന്നും ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമ്മളിത് എന്താ പറയുക, ഷീറ്റിൽ നിന്ന് ഈ ഒരു കവറിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ ഈ ഒരു രൂപത്തിൽ വരും. എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേ ഞാൻ കൊടൈക്കനാലിൽ പോയ സമയത്താണെന്ന് തോന്നുന്നു ഷീറ്റ് മാസ്ക് ഇടുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ അന്ന് എനിക്ക് കൃത്യമായിട്ട് നമ്മൾ ഒരു മൂവിങ് കാറിലിരുന്ന് ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം അത് എന്താ പറയുക കറക്റ്റായിട്ട് വരും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം ഇത് കറക്റ്റായിട്ട് വരും എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, എങ്കിലും ഒരു സമാധാനത്തിന് വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. യെസ്, ഇങ്ങനെ ഇരിക്കും. ഷീറ്റ് മാസ്ക് ഒന്നും ഇടാൻ ആരും പഠിപ്പിച്ചു തരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും അറിയാന്നുള്ള കാര്യം തന്നെയാണിത്. യെസ്, ആരും പേടിക്കണ്ട. ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു തണുപ്പ് ഇങ്ങനെ ഫേസിലോട്ട് വന്നപ്പോൾ ഉണ്ടല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗം കിട്ടിയ ഒരു അവസ്ഥയാണ് ഇപ്പം എനിക്ക്. ഞാൻ യൂഷ്വലി ഇത് 20 minutes ഒക്കെ എല്ലാവരും ഇടാൻ പറയത്തുള്ളൂ. പക്ഷേ ഇത് താനെ ഉണങ്ങി പിടിച്ച് എൻ്റെ ഫേസിൽ നിന്ന് ഇളകി വരുന്നത് വരെ ഞാൻ ഇത് എപ്പോഴും ഇട്ടേക്കാറാണ് പതിവ്. എനിക്കത് ഇഷ്ടമാണ് ഈ സാധനം എപ്പോഴും എൻ്റെ എന്താ പറയുക ഫേസിൽ ഇടാനായിട്ട്. ഈ ഒരു ഭാഗം കുറച്ച് ഉള്ളിലോട്ട് കയറിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കിടന്ന് ഈ ഗോഷ്ടിയൊക്കെ കാണിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ ഇതുപോലെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരുമ്പോൾ നമ്മുടെ സ്കിന്നിനെ കുറിച്ച് പാമ്പർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രസമാണ്. നല്ലൊരു ഫീൽ കിട്ടും, ഒരു ഫീൽ ഗുഡ് സംഭവമാണിത്. സോ യെസ്, ഇതെല്ലാം നല്ല രീതിക്ക് അബ്സോർവ് ആവും ഇപ്പം ഇതിനകത്തുള്ള ഒരു സെറോ ഒക്കെ. അപ്പോൾ ഇത് ഞാനിനി റിമൂവ് ചെയ്യുന്ന അത്രയും ടൈം എനിക്ക് ഭയങ്കര ഒരു കൂളിംഗ് എഫക്റ്റ് ആയിരിക്കും. ഇതിട്ടിട്ട് അധികം സംസാരിക്കാൻ പറ്റത്തില്ല, കാരണം ചിലപ്പോൾ ഫേസിൽ നിന്നൊക്കെ പൊസിഷൻ ഇളകിപ്പോകും. നമുക്കിത് ഡ്രൈ ആയിട്ട് കാണാം. ഓക്കെ. സോ നമ്മളിത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് സമയം ആനന്ദകരമാക്കാനായിട്ട് എന്തെങ്കിലും കുറിക്കാനൊക്കെ തോന്നുവാണെങ്കിൽ നമുക്ക് കുറിക്കാം. ഞാനിപ്പോൾ അതേ കുറച്ച് ചക്ക വറ്റൽ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ കുറച്ചിരിക്കാം. അപ്പോൾ ഡ്രൈ ആകും. നമുക്ക് സമയം വേസ്റ്റ് ചെയ്യണ്ടല്ലോ.
ഞാനപ്പോൾ ഇതൊന്ന് തീർത്തിട്ട് വരാം. സോ ഇത് ഓൾമോസ്റ്റ് നല്ല ഡ്രൈ ആയി. അപ്പം ഇനി നമുക്ക് എടുക്കാന്നുള്ളതേ ഉള്ളൂ. ഭയങ്കര റിലാക്സിങ് ഫീലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഒരു ഗ്ലോ കണ്ടില്ല, ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ. ആ സ്കിന്നിൻ്റെ ഇന്നത്തെ ഫുൾ ആ ഒരു ടയർഡ്നെസ്സും കാര്യങ്ങളും എല്ലാം ഈ ഒരു 10-20 മിനിറ്റ് ഈ സാധനം ഇട്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു നൊറിഷിങ് ഫീലായിരുന്നു. അപ്പോൾ യെസ്, അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.